ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് അതായത് ഇപ്പം നമ്മളുടെ ബാങ്കിൻ്റെ FD റേറ്റ് ഒക്കെ താന്നുകൊണ്ടിരിക്കുകയാണ്. RBI റിപ്പോ നിരക്ക് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ രണ്ട് പ്രൊഡക്റ്റുകൾ, അതായത് പെൻഷൻ പ്ലാനുകൾ, ജീവൻ അക്ഷയ്, ജീവൻ ശാന്തി. പെൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ജീവൻ അക്ഷയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് പെൻഷനാണ്. നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് നമ്മൾക്ക് പെൻഷൻ കിട്ടും. ആ പെൻഷൻ ഗ്യാരണ്ടി ആണ്. ബാങ്കിൽ FD ഗ്യാരണ്ടി ചെയ്യുന്ന പോലെ, ഇപ്പോൾ ബാങ്കിൽ FD ഒക്കെ ആണെങ്കിൽ ഒരു 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 3 വർഷത്തേക്കായിരിക്കും ഏറ്റവും മാക്സിമം റേറ്റ് കിട്ടുന്നത്. പക്ഷെ നമ്മളുടെ ജീവൻ അക്ഷയിൽ റേറ്റ് ഗ്യാരണ്ടി ചെയ്യുന്നത് ജീവിതകാലം മുഴുവനാണ്. അപ്പോൾ ആരുടെ പേരിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ജീവിതകാലം മുഴുവൻ. ഇപ്പം നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ജീവിതകാലം മുഴുവനിലേക്കും ഗ്യാരണ്ടി. അത് ഇനി ഹസ്ബൻഡ് വൈഫ് 2 പേർക്കും കൂടി ജോയിൻ്റ് ആയിട്ടാണ് ചേരുന്നതെങ്കിൽ 2 പേരുടെയും ജീവിതകാലം മുഴുവനും ആ പറഞ്ഞ റേറ്റ് ഗ്യാരണ്ടിയാണ്. അപ്പം അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്കുണ്ട്. പിന്നെ അതുപോലെ ഒരു പ്രൊഡക്റ്റ് ജീവൻ ശാന്തി. ജീവൻ ശാന്തി എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ പെൻഷൻ ആവശ്യമില്ല, അതായത് യങ്ങർ ഏജ് ആണ്, ഏണിംഗ് ടൈമാണ്, എനിക്കിപ്പോൾ ഒരു പെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞാനിപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് പെൻഷൻ ആവശ്യമുണ്ട്, ഞാൻ റിട്ടയർഡ് ആകാൻ ഉദ്ദേശിക്കണോ, ഇല്ലെങ്കിൽ ഒരു മാക്സിമം 5 വർഷം വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പെൻഷൻ മതി എന്നുണ്ടെങ്കിൽ ഉള്ളൊരു ഓപ്ഷനാണ് ജീവൻ ശാന്തി. അതിലാണെങ്കിലും പെൻഷൻ റേറ്റ് ഇപ്പം നമ്മൾ വൺസ് ഗ്യാരണ്ടി ചെയ്യുന്നത് ലൈഫ് ലോങ് ഗ്യാരണ്ടിയാണ്. അത് ഇത്രയും കെട്ടുറപ്പുള്ള LICയുടെ ഗ്യാരണ്ടി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സോവറിൻ ഗ്യാരണ്ടി. സോവറിൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ LIC ഡിക്ലെയർ ചെയ്യുന്ന ബോണസ് ആണെങ്കിലും സറണ്ടർ വാല്യൂ ആണെങ്കിലും ഇതിനെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്യാരണ്ടി കൂടിയുണ്ട്. ബാങ്ക് FDയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാക്സിമം 5 ലക്ഷത്തിനാണ് നമ്മൾക്ക് അതിനൊരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉള്ളൂ. അതായത് ഇപ്പം നമ്മളൊരു ബാങ്കിൽ ഒരു 5 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നാളെ ആ ബാങ്ക് പൊളിഞ്ഞു പോയി എന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ അങ്ങനെ ചാൻസ് കുറവാണ്. എന്നാലും അങ്ങനെ വന്നാൽ 5 കോടി ഇട്ട ആൾക്കും മാക്സിമം കിട്ടാവുന്ന എമൗണ്ട് 5 ലക്ഷമാണ്. പക്ഷെ LICയിൽ അങ്ങനെയല്ല. നിങ്ങൾ ഇടുന്ന എത്ര കോടികളാണെങ്കിലും അതിന് LICയുടെ ഗ്യാരണ്ടിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്യാരണ്ടിയും ഉണ്ട്. അതുകൂടാതെ ഈ പെൻഷൻ റേറ്റ് ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടിയാണ്. ഇപ്പം ബാങ്കുകൾക്ക് ഉള്ളൊരു അവകാശമാണ്. ഇപ്പോൾ അവരൊരു 3 വർഷത്തേക്ക് ഒരു FDക്ക് ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗ്യാരണ്ടി ചെയ്തു. നാളെ ആ ബാങ്കിന് ആ രീതിയിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ FD അവരെ അറിയിക്കാം, ഇന്ന് വരെ ഞങ്ങൾ ആ റേറ്റ് തന്നു, ഇനി മുതൽ ഇത് തരാൻ പറ്റില്ല, ഈ റേറ്റാണ് തരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതുവരെ ബാങ്കുകൾ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്യാനുള്ളൊരു അധികാരം അവർക്കുണ്ട്. ബാങ്കിൻ്റെ ആക്ട് അനുസരിച്ച് അങ്ങനെ ഒരു അധികാരം അങ്ങനെയുണ്ട്, അവർക്കുണ്ട്. പക്ഷെ LICക്ക് അതില്ല. LIC വൺസ് ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്താൽ ആ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന റേറ്റ് ലൈഫ് ലോങ് അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 20 വർഷം കഴിയുമ്പോൾ വിഡ്രോ ചെയ്തപ്പോൾ ഇത്രയും നാൾ തന്നു, ഇനി ഇത് തരാൻ പറ്റില്ല, ഇതിൽ കുറവേ, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല LICക്ക്. അപ്പം അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാനിലേക്ക് കോടികൾ വരുന്നതും. അപ്പോൾ ബാങ്ക് FDയുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്നോർത്ത്, അതുപോലെ ഇപ്പോൾ വേറെ ഓപ്ഷൻസ് നോക്കാം. ഇപ്പോൾ എന്താ പറയുക, ചിലർ ഇതിൽ ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം താമസിക്കാനായിട്ട് ഒരു ഫ്ലാറ്റ് ഓക്കെ, പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ ഒരു ഫ്ലാറ്റ് എടുക്കുവാണെങ്കിൽ ഒരു കോടിയുടെ ഫ്ലാറ്റ് എടുക്കുന്നതെന്ന് വിചാരിക്കും. അതായത് നമ്മൾ LICയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒരു ഫ്ലാറ്റ് എടുക്കുന്നതും തമ്മിലുള്ള ജസ്റ്റ് ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ, LICയിൽ ഇപ്പോൾ NRIs ആണെങ്കിൽ GST ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. NRI സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 1 കോടിയാണെങ്കിൽ 1 കോടി മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അല്ല നാട്ടിലെ നിങ്ങളുടെ എമൗണ്ട് ആണ്, ഇപ്പോൾ NRO അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റെസിഡൻ്റ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു GST വരുന്നുണ്ട്. അതായത് 1 കോടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1,80,000 രൂപ GST വരുന്നുണ്ട്. അതൊരു ഫ്ലാറ്റ് ആണെങ്കിൽ, 1 കോടിയുടെ ഫ്ലാറ്റ് ആണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷനും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഒക്കെ ഏകദേശം 10 ലക്ഷത്തിന് മുകളിൽ വരും. ഒരു ഇലക്ട്രിസിറ്റി ഡെപ്പോസിറ്റ് അതും വരും ഏകദേശം ഒരു 30,000 രൂപയോളം. അപ്പം LICയിൽ നമ്മൾക്ക് അവിടെ ഒരു ഇത് വരുന്നത് 1,80,000, ഇവിടെ 10 ലക്ഷത്തിന് മുകളിൽ. അതുപോലെ ഫ്ലാറ്റ് ആണെങ്കിൽ ചിലപ്പോൾ മന്ത്ലി മെയിൻ്റനൻസ് ഏകദേശം ഒരു 25,000 രൂപയോളം മന്ത്ലി മെയിൻ്റനൻസ് ചാർജ് ഉണ്ടാവാം. ചിലപ്പോൾ അതിനൊരു ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരാം.
അതുപോലെ എന്തെങ്കിലും റിപ്പയർ, പ്രോപ്പർട്ടി ടാക്സ് അങ്ങനെയൊക്കെ ഒരു 50,000 രൂപ വരാം. കോടിയുടെ ഫ്ലാറ്റിന് ഏകദേശം വർഷത്തിൽ ഒരു ലക്ഷത്തോളം വീണ്ടും നമ്മളുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് വരാം. പക്ഷേ LICയുടെ ഈ ഒരു ജീവൻ അക്ഷയയിലോ ജീവൻ ശാന്തിയിലോ ആണെങ്കിൽ 1 രൂപ പോലും നമ്മൾക്ക് പിന്നീട് ഒരു കോസ്റ്റ് ഒന്നും വരുന്നില്ല. 1 കോടിയുടെ ഫ്ലാറ്റിന് ഒരു റെൻറ്റ് ഒരു മന്ത്ലി 25,000 ഒക്കെയാണ് കിട്ടുന്നത് എങ്കിൽ ഒരു വർഷത്തിൽ നമുക്ക് അതിൻ്റെ 3 ലക്ഷത്തോളം വരുമാനം കിട്ടുന്നുണ്ട്. അതിൽ ഒരു ലക്ഷത്തിൽ താഴെയൊക്കെ അല്ലെങ്കിൽ ഏകദേശം ഒരു 1 ലക്ഷം എക്സ്പെൻസ് വരുവാണെങ്കിൽ, അതായത് ഈ മെയിൻ്റനൻസ്, റിപ്പയറും ടാക്സും അങ്ങനെയൊക്കെയുള്ള എക്സ്പെൻസും എല്ലാം വരുവാണെങ്കിൽ ഒരു വർഷം ആ 1 കോടിയുടെ ഫ്ലാറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ 2 ലക്ഷം. ഇല്ലെങ്കിൽ ഡിപ്പെൻസ്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നാൽ 2 ലക്ഷത്തിന് മുകളിൽ നമുക്ക് നെറ്റ് ഇൻകം കിട്ടുന്നത്. പക്ഷേ ജീവൻ അക്ഷയിലാണെങ്കിൽ 47 വയസ്സുള്ള ഒരാളാണ് ജീവൻ അക്ഷയിൽ ഇട്ടിരിക്കുന്നത് എങ്കിൽ അവർക്ക് ഇയർലി കിട്ടുന്ന റിട്ടേൺ 6,65,432 രൂപയാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു കസ്റ്റമർക്ക് ഞാൻ അയച്ചിരിക്കുന്ന കൊട്ടേഷനാണ്, അത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത്രയും വ്യത്യാസമാണ് വരുന്നത്. അതായത് നമ്മൾക്കൊരു ഫ്ലാറ്റിൽ താമസിക്കാനായിട്ടുള്ള ഫ്ലാറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ ഫ്ലാറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു വർഷത്തിൽ കിട്ടുന്ന ഇൻകം ജീവൻ അക്ഷയിൽ ഇട്ടിട്ട് മിണ്ടാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെയും ജസ്റ്റ് ഒരു കമ്പാരിസണാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ആവുമ്പോൾ ചിലപ്പോൾ എല്ലാ മാസങ്ങളിലും വാടകയ്ക്ക് ആളുണ്ടായില്ലെങ്കിൽ ആ മാസം നമുക്ക് ഇൻകം ഒന്നും കിട്ടുന്നില്ല. അതുപോലെ ചിലപ്പോൾ അവരായിട്ട് എന്തെങ്കിലും പരാതികളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം അവർ നന്നായിട്ട് അത് നോക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് വാടക തന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലും തലവേദനകൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ജീവൻ അക്ഷയയിൽ നമ്മൾ വൺസ് ഇൻവെസ്റ്റ് ചെയ്താൽ എല്ലാ മാസവും 1-ാം തീയതി നമുക്ക് ബാങ്കിൽ നിന്ന് മെസ്സേജ് വരും. ആ എമൗണ്ട് ഗ്യാരണ്ടി ആയിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. അതുപോലെ ഇപ്പം നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങി നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു, ഫണ്ടിന് ആവശ്യം വന്നു, നമുക്കത് വിറ്റ് പൈസ ആക്കണം എന്നുണ്ടെങ്കിൽ അതത്ര എളുപ്പമല്ല. പക്ഷെ നമ്മളുടെ ജീവൻ അക്ഷയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു എമർജൻസി വന്നാൽ കൂടി അത് സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജീവൻ അക്ഷയ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക്, അല്ലെങ്കിൽ ശാന്തിയാണെങ്കിലും, ഇപ്പോൾ ഈ മാസം ഞാനൊരു 50 lakhs ശാന്തി ക്ലോസ് ചെയ്തു, 1 crore അക്ഷയ് കഴിഞ്ഞ മാർച്ചിൽ ക്ലോസ് ചെയ്തു. ഇതുപോലെ ഇതിലേക്ക് എമൗണ്ട് വരാനായിട്ട് കാര്യം ഇത് തന്നെയാണ്. കാരണം നമ്മളുടെ ഓൾഡർ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കഴിഞ്ഞും നമ്മൾക്ക് ഇൻകം ഇല്ലാതെ എത്ര നാൾ നമ്മളുടെ എത്ര സമയമുണ്ടെന്ന് നമുക്കതൊരിക്കലും അറിയില്ല. അത് എത്ര വർഷം കൂടിയാലും ഇൻകം ഇല്ലാത്ത വർഷങ്ങൾ കൂടുന്നത് ഏറ്റവും വലിയൊരു റിസ്ക്കാണ്. നേരത്തെ മരിക്കുന്ന പോലെ തന്നെ ഒരു റിസ്ക്കാണ്. നേരത്തെ മരിക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെ നിൽക്കുന്നവർക്കാണ് എങ്കിൽ, ഈ വരുമാനം ഇല്ലാതെ ഒരുപാട് നാൾ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ റിസ്ക്കാണ്. അപ്പം നമ്മളുടെ ഏണിങ് ടൈമിൽ തന്നെ നമ്മൾ അതിനുള്ളൊരു മാർഗം കണ്ടുവച്ചാൽ, ഇപ്പം തന്നെ നമ്മൾക്കറിയാം എത്രത്തോളം കുട്ടികൾക്ക് നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമുണ്ട്, നാട്ടിൽ എത്രത്തോളം കുട്ടികൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റും തന്നെ നോക്കിയാൽ ഒരുപാട് വീടുകൾ, വലിയ വലിയ വീടുകൾ പണിതിട്ടിട്ട് ചിലപ്പോൾ അത് പൂട്ടിക്കിടക്കായിരിക്കാം, ഇല്ലെങ്കിൽ പ്രായമായ അവരുടെ അപ്പനോ അമ്മയോ ചിലപ്പോൾ ഒരു പട്ടി ഉണ്ടാവും. അതാണ് നാട്ടിലെ അവസ്ഥ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളുടെ കയ്യിൽ പൈസ കൂടി ഇല്ല എങ്കിൽ, കാര്യം മക്കളൊക്കെ അടുത്തുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ്, പക്ഷെ സാഹചര്യങ്ങൾ എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളുടെ ഓൾഡർ ഏജിലേക്ക് നമ്മളുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ, ഇപ്പം നമ്മൾ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, നമ്മൾ നല്ല ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഈ വരുമാനമൊന്നും ഇല്ലാത്ത സമയത്തും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനുള്ളൊരു മാർഗമാണ് ഈ പെൻഷൻ പ്ലാനുകൾ. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ഈ മാസം 50 lakhs ഇൻവെസ്റ്റ് ചെയ്ത കസ്റ്റമർ എന്ന് പറഞ്ഞാൽ 37 വയസ്സേ ഉള്ളൂ. അപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ടാണ് പെൻഷൻ അപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ ഈ റേറ്റിൽ എത്ര നാൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഷുവർ ഇല്ല. മേ ബി ഈ ജൂൺ ലാസ്റ്റ് വരെയൊക്കെ ഉണ്ടാവുള്ളായിരിക്കും, ഇല്ലെങ്കിൽ എത്ര നമുക്കങ്ങനെ ഒരു കൺഫർമേഷൻ ഡേറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ RBI 2 പ്രാവശ്യം റീപ്പോ നിരക്ക് കുറച്ചിട്ടും നമ്മളുടെ ഈ പ്ലാനിലെ റേറ്റ് കുറച്ചിട്ടില്ല.
അതുകൊണ്ട് മേ ബി ഇത് വിഡ്രോ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റേറ്റ് റിവൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ നോക്കിയാൽ ജീവൻ ശാന്തിയുടെ 3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ജീവൻ ശാന്തി 20 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു, അതിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു. അത് വിഡ്രോ ചെയ്ത് രണ്ടാമത് വന്നപ്പോൾ 12 വർഷം വരെയാണ് വെയിറ്റിംഗ് പീരീഡ് മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചും കൂടി കുറഞ്ഞു. ഇപ്പോഴുള്ള ജീവൻ ശാന്തിയിൽ മാക്സിമം 5 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് ഉള്ളൂ. മറ്റേ അതിന് മുമ്പുണ്ടായിരുന്നതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കുറഞ്ഞു. അതായത് FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുവാണെങ്കിലും അതൊരു ഡൗൺവേർഡ് ട്രെൻഡാണ് എന്നും കാണിക്കുന്നത്. ഒരു കൺട്രി ഡെവലപ്പ് ചെയ്ത് വരുംതോറും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് താഴേക്കേ പോവുള്ളൂ. ഇപ്പം അറിയാം, ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. മൈനസ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള കൺട്രീസ് പോലും ഉണ്ട്. അതായത് നമ്മളുടെ പണം സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗോൾഡൊക്കെ ലോക്കറിൽ വെക്കുമ്പോൾ ലോക്കറിന് ഒരു റെന്റ് കൊടുക്കുന്ന പോലെ തന്നെ പൈസ സൂക്ഷിക്കണമെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇന്ത്യ ആണെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടാണ് വരണത്. അപ്പോൾ ഇങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു ഡൗൺവേർഡ് ട്രെൻഡ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലൈഫ് ലോങ് ഗ്യാരണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ സാഹചര്യം നിങ്ങൾ ഉപകാരപ്പെടുത്തുക. കാരണം ഞാനിപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ആ പ്രൊഡക്റ്റ് വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ പലരും ചോദിക്കും, ഈ പ്രൊഡക്റ്റ് അയ്യോ അതൊന്ന് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ LICയുടെ ജീവൻധാര 2 ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് വിഡ്രോ ചെയ്തു. അപ്പോൾ ഉള്ള സമയത്താണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊരു ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരിക്കലും കുറയാത്ത ലൈഫ് ലോങ് ഒരു ഇൻകം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഒപ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ജീവനക്ഷയ് പറയുകയാണെങ്കിൽ ജീവനക്ഷയ് 7 ആണ് ഇപ്പം നമ്മൾ ഉള്ളത്. ഈ ജീവനക്ഷയ് 1ൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12% ആയിരുന്നു. അന്ന് ബാങ്ക് ഇൻട്രസ്റ്റ് 14%. അപ്പോൾ 14% ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളപ്പോൾ 12%-ൽ അക്ഷയയിലിട്ടവരെ അന്ന് ആളുകൾ മണ്ടന്മാർ എന്ന് വിളിച്ചു. പക്ഷെ ആ മണ്ടന്മാർ ഇപ്പോഴും 12% വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് 14-നിട്ട ബുദ്ധിമാന്മാർ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് 6%, 5.5%. അതിങ്ങനെ എത്രയ്ക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അത്. അപ്പം അതാണ് ഒരു ബാങ്ക് FD നമ്മളുടെ ഈ പ്രൊഡക്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ ഇപ്പോൾ ജീവൻ ശാന്തിയിലാണെങ്കിൽ ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ പെൻഷൻ മതി എന്നുണ്ടെങ്കിൽ, നമ്മൾ പെൻഷൻ വാങ്ങിച്ച് എന്ന് നമ്മൾക്ക് ഒരു എമർജൻസി വന്ന് ഫണ്ട് വിഡ്രോ ചെയ്യേണ്ടി വന്നാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനേലും കൂടുതലാണ് അതിൻ്റെ സറണ്ടർ വാല്യൂ. അപ്പോൾ ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള 2 പ്ലാനുകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അത് എന്ന് വരെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും വേഗം അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. വിഡ്രോ ചെയ്താൽ പിന്നെ പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ വന്നാൽ തന്നെ നമുക്കറിയുള്ളൂ അതെങ്ങനെയാണെന്നോ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നോ റേറ്റ് എന്താണെന്നുള്ളത് പുതിയത് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഈ രീതിയിൽ 2 പ്ലാനുകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒറ്റ പ്രാവശ്യം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടീഡ് പെൻഷൻ. ഇത് ഓൾറെഡി ജീവൻ അക്ഷയുടെയും ശാന്തിയുടെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് കൊട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് ചെയ്യാം. അതായത് ഏജ് അനുസരിച്ചിട്ടാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കുറച്ച് ചെറിയ വേരിയേഷൻസ് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് കൊട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സർവീസിങ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ